ഹായ് ഗൈസേ, തിരക്ക് പിടിച്ച ജീവിതത്തിലെ ഒരു ഇന്റർവെല്ല് നല്ലതല്ലേ? ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് ഒരു 2 ദിവസത്തേക്ക് ഈ ഓഫീസിനോട് താൽക്കാലികമായി വിട പറഞ്ഞ് ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുക. ഇനി വരുന്ന 2 ദിവസം ഫുൾ ആൻഡ് ഫൺ ആൻഡ് ചില്ലിന്റെ ഡേയ്സ് ആണ്. എവിടേക്കാണെന്നല്ലേ? വാ, കാണാം. ആലപ്പുഴ ചേർത്തലയിലെ വയലാറിലുള്ള കായലോരം ഐലൻഡ് റിസോർട്ടിലേക്കാണ് ഞങ്ങളുടെ ഈ തോണി യാത്ര. ഈ കാണുന്നതാണ് ഞങ്ങൾ 2 പകലും ഒരു നൈറ്റ് നിൽക്കാൻ പോകുന്ന കായൽപ്പുര റിസോർട്ട്. റിസോർട്ട് എന്ന പേരേ ഉള്ളൂ, പക്ഷെ രണ്ട് റൂം സെറ്റപ്പും പിന്നെ കിച്ചണും അങ്ങനെയുള്ളൊരു ഒരു സെറ്റപ്പാണ്. അതായത് ഒരു ചെറിയ ദ്വീപിൽ ഉള്ളൊരു സ്റ്റേ. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. Emang jauh sedikit ah. ഓഫീസിൽ നിന്ന് നേരെ വിട്ടത് ഡോഗ് ഫാമിലേക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ഡിന്നർ പാസ്സാക്കി പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. മാവേലി എക്സ്പ്രസ് 9:30 മാവേലി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ചേർത്തലേക്ക് പോണേ. എൻ്റെ കസിൻസുകളൊക്കെ കൊയിലാണ്ടിയിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നത്. അങ്ങനെ കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മുടെ മാവേലി എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കൂടെയുള്ളവരൊക്കെ വേഗം കിടന്നുറങ്ങി. കുട്ടികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരെല്ലാവരും കുറേ നേരമായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വേഗം കിടന്നുറങ്ങി. ഞാൻ പിന്നെ ഇങ്ങനെ കണ്ണാടി കണ്ടതിനാൽ പിന്നെ ഒരു ക്യാമറ എടുത്ത് മുന്നിൽ വെച്ച് സമയം പുലർച്ചെ 2:30 ആയപ്പോഴാണ് ട്രെയിൻ ചേർത്തലയിലെത്തിയത്. ട്രെയിനിൽ നിന്നിറങ്ങി എല്ലാവരും ജോയിൻ്റായി. ഇവരാണ് ഞാൻ പറഞ്ഞ ഈ അവതാരം, എൻ്റെ കസിൻസുകൾ. നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഐലൻഡ് റിസോർട്ടിലേക്ക് പോണത്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടുന്നത്. ഇപ്പോൾ 2:30ക്കാണ് ഒരു സ്റ്റേഷനിൽ എത്തിയത് കൊണ്ട് നമ്മുടെ ഐലൻഡിലേക്കുള്ള ചെക്കിങ് രാവിലെ 12:30 കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു സ്റ്റേ സെറ്റപ്പ് ഒപ്പിച്ചിട്ടതാ. എല്ലാവരും കൂടി അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാ. കാരണം എല്ലാവർക്കും യാത്രാക്ഷീണമുണ്ട്, അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മൾ റിസോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. രാവിലെ എല്ലാവരും എണീറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഹണ്ടിങ്ങിനാണ്. കാരണം ഒരൊറ്റ ഹോട്ടൽ അവിടെ എവിടെയും കിട്ടാനില്ല, ഒക്കെ ക്ലോസ്ഡാ. അങ്ങനെ തിരഞ്ഞു നടക്കുക രാവിലത്തെ ഫുഡിന് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ തിരച്ചിലാണ് എല്ലാവരും ഉള്ളത്. അവസാനം ആ ഹൈവേൻ്റെ സൈഡിൽ ഒരു DTDCൻ്റെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശക്കുന്നുള്ളതിനെ കൊണ്ട് അവിടെ കയറി നല്ല നൂലപ്പവും കടലക്കറിയൊക്കെ വാങ്ങി കഴിച്ചു. വേറെ രക്ഷയില്ല, വേറെ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചു. ഇത് ഞങ്ങളുടെ സോണി ചേച്ചി. ഇത് പിന്നെ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പൊ കണ്ടുകൊടുക്കുന്നത്. ഒരു 11 മണി സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ റൂം ചെക്കൗട്ട് ചെയ്തു. നേരെ ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള യാത്രയിലേക്ക് തിരിച്ചു. ഓട്ടോ കയറി ഏകദേശം ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട് ഈ റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും 2 ഓട്ടോ ആക്കി കയറി നേരെ അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങി. ഈ കാണുന്ന ടെമ്പിളാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ ചെയ്ത ടെമ്പിള്.
അങ്ങനെയാണ് ഞങ്ങൾ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോക്കാരൻ പറഞ്ഞു തന്നത് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ ചെയ്ത അമ്പലമാണ് ഈ കാണുന്നതെന്ന്. ഈ അമ്പലത്തിൻ്റെ പേരറിയാച്ചാ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഇറങ്ങിയതാ. ഈ വഴി കൂടെ നടന്നു വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. കാരണം ഇനി റിസോർട്ടിലേക്ക് പോകണമെങ്കിലേ നമ്മൾ തോണി കയറണം. അപ്പോൾ തോണി കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ കയറി സെറ്റായി നിൽക്കുകയാണ്. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി. ഞങ്ങൾ വന്ന് വേഗം തോണി കയറി ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള യാത്ര ഇവിടുന്ന് ആരംഭിക്കുക. തോണിയിലുള്ള യാത്ര. ഞാൻ രക്ഷപ്പെടൂ എന്താന്നറിയോ എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട്. പക്ഷേ ഈ വള്ളത്തിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തോണിയിലൊരു യാത്ര. റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ വേറെ വഴിയില്ല, ഈ തോണി കയറി തന്നെ പോകണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വേഗം ഒഴിവാക്കി. കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ പകുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി ആ യാത്ര. ആ കാണുന്നതാണ് കായൽപ്പുര ഐലാൻഡ് റിസോർട്ട് എന്നുള്ളത് പേരിന് മാത്രമേ ഉള്ളൂ. കായലിൻ്റെ ഓരത്തൊരു സ്റ്റേ. ഇത് ഇവരെന്താന്ന് വെച്ചാൽ ഇവരാദ്യം ഫോറിനേഴ്സിന് മാത്രം കൊടുക്കുന്ന ഒരു സ്റ്റേ ആയിരുന്നു. പിന്നെ ഒരു 2-3 വർഷമായിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു സ്റ്റേ രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ വെള്ളം കരയ്ക്കടുത്തു. ഇനി എല്ലാവരും സ്റ്റേയിലേക്ക് കയറാനുള്ള ഒരു തിരക്കിലാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട്. കാണാൻ മറക്കരുത് കേട്ടോ.